നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇപ്പോ യൂസുഫ് അൽ കർദാവി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. യൂസുഫ് അൽ കർദാവി അദ്ദേഹം ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ആ ഫോട്ടോയിൽ കാണുന്നത് 60-70 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ തെറിച്ചു നിൽക്കുന്ന ക്രെയിൻ. ആ ക്രെയിനിന്റെ തലപ്പത്ത് നിന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോട്ടോയാണ്. നിങ്ങളും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും വാട്സാപ്പിൽ. ഇത്രയും നിലയുള്ള ബിൽഡിങ്ങിന്റെ വാർപ്പ് നടക്കാണ് മുകളിൽ, മെയിൻ വാർപ്പ്. ആ സമയത്ത് കീഴോട്ട് ഇറങ്ങാൻ പറ്റാത്തതിന്റെ പേരിൽ തന്റെ ലുഹറോ അസറോ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ആ വെയിലത്ത് നിന്നുകൊണ്ട്, അതും ബിൽഡിങ്ങിന്റെ ഭാഗത്തല്ല, ഈ കാണുന്ന ക്രെയിനിന്റെ ആ അറ്റത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതി, ഈ കാണുന്ന ഈ നിസ്കാരമുണ്ടല്ലോ എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ മഹാപണ്ഡിതൻ എഴുതുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് യോജിപ്പൊക്കെ ഉണ്ടാകാം, അതല്ല എന്റെ ഭാഷ്യം. അദ്ദേഹം എഴുതിയത് ഇതാണ്: ഹറമിൽ നിന്ന് നിസ്കരിക്കലും മദീനയിൽ നിന്ന് നിസ്കരിക്കലുമാണ് ഈ ലോകത്തിൽ ഏറ്റവും പ്രതിഫലമുള്ളത്. അതിലേറ്റവും വലുത് ഹറം, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മസ്ജിദുൻ നബവി, അവിടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് ഈ മനുഷ്യനായിരിക്കുമെന്നാണ്. ഫ്ലൈറ്റിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞോട്ടെ, ഫ്ലൈറ്റിൽ നമ്മൾ ഇതുപോലെ നിറച്ചും യാത്ര ചെയ്യും. പക്ഷെ രാവിലെ 4 മണിക്ക് ദുബായിലേക്ക് പുറപ്പെട്ട ആളുകൾ എപ്പോഴാണ് സുബഹി നിസ്കരിക്കുന്നത്? 4 മണിക്ക് എന്തായാലും സുബഹി അതിന് മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല. അവിടെ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ അവിടുത്തെ 8 മണിയായിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് സുബഹി എവിടെ പോയി? ആ സുബഹി നിസ്കാരം എന്ന് പറയും നമ്മൾ പാലിക്കാൻ വേണ്ടി പറയാണ്. ആ സുബഹി നിസ്കാരം നിസ്കരിക്കാൻ നമുക്ക് ഒളു കൊടുക്കാൻ അവിടെ വെള്ളമില്ല, നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലമില്ല, അപ്പൊ തയമം ചെയ്യാൻ മണ്ണുമില്ല. എന്താ ചെയ്യണ്ടേ? ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീറ്റിൽ അടിക്കുക. നമ്മുടെ മുമ്പിലുള്ള സീറ്റിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ച ആളെ ഇടങ്ങറാക്കണ്ട, അപ്പുറത്തുള്ള ആളെ ജസ്റ്റ് തൊട്ടാ മതി. എന്നിട്ട് മുഖം തടവണം, ജസ്റ്റ് തൊട്ടാ മതി. എന്നിട്ട് കൈ തടവണം. എന്നിട്ട് ഇരുന്നിട്ടൊന്ന് നിസ്കരിക്കുമ്പോ കാലൊന്നും തടവണ്ട കേട്ടോ, കാല് തടവലും തയമത്തിലില്ല. ഈ 2 ഭാഗം മാത്രം തടവിയാൽ മതി, മുഖവും കൈയും മാത്രം. എന്നിട്ട് കൈകെട്ട് നിസ്കരിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ കാണുന്ന 300-380 ആളുകൾ ഇരുന്ന് ഉറങ്ങുമ്പോ, ചിലര് സിനിമ കാണുമ്പോ, ചിലര് കൂർക്കം വലിച്ചുറങ്ങുമ്പോ, നിങ്ങൾ നിശബ്ദമായി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിരിക്കാൻ. അത് പള്ളിയല്ല, ആകാശത്തിന്റെ ഓരത്തിലൂടെ കടന്നു പോകുമ്പോ എന്നെ ഓർക്കാൻ ഒരാളുണ്ടല്ലോ എന്ന അള്ളാഹുവിന്റെ സംതൃപ്തി ഉണ്ടല്ലോ, അത് എന്ത് നമ്മൾ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്താണ്. നമ്മൾ പുതുവെണ്ണായി ഇറങ്ങുമ്പോ മേക്കപ്പ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ആളുകൾ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ അതിനെപ്പറ്റി പറയില്ല, ഞാൻ വിവാദങ്ങൾ പ്രസംഗിക്കാനില്ല. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങാൻ 3 ഇറക്കങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ജന്മം, ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ദിവസം. രണ്ടാമത്, നമ്മൾ പുതുവെണ്ണായി പോകുന്ന ദിവസം. മൂന്നാമതായി, നമ്മൾ മരിച്ചു പോകുന്ന ദിവസം. ഈ 3ഉം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ദിവസം നമ്മൾ മേക്കപ്പ് എല്ലാം അണിഞ്ഞ്, അതിനെതിരെ ഞാൻ പറയല്ല, ഞാൻ അതിന് അനുകൂലിച്ചും പറയല്ല, വിവാദങ്ങൾക്ക് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ദിവസം ഒന്ന് നിസ്കരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ആ മേക്കപ്പുള്ള കാരണത്താൽ ലുഹറില്ലാതെ, അസറില്ലാതെ, മഗ്രിബില്ലാതെ, ഇശയുമില്ലാതെ നമ്മൾ ആ ദിവസം അങ്ങനെ മുഴുവൻ കളയുകയാണ്. അള്ളാഹ്ക്ക് എത്രമാത്രം വെറുപ്പായിരിക്കും നമ്മളോട് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്നത്തെ ദിവസം നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതാണ്. അന്നത്തെ ദിവസം നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ യാതൊരു കാര്യവുമില്ലാതെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി അതൊന്നും ചെയ്യാത്ത പുതിയാപ്പിളാരുടെ അവസ്ഥ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് എന്നോട് ചോദിക്കരുത്. ഇതൊക്കെയാണ് കാലഘട്ടത്തിൽ നടക്കുന്നത്. പക്ഷെ ഏത് ലോകത്തിലായാലും അതുണ്ടെങ്കിൽ എന്തൊരു രസമാണ്. അതുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ അൻഡമാനിലേക്ക് പോകുന്ന സമയത്ത്, അന്ന് ജുമാ ദിവസമാണ്, യാത്രയിൽ ജുമാ ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായതുകൊണ്ട് ഞാൻ വെറുതെ ഷിപ്മാനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ജുമാ നിസ്കരിക്കാൻ പറ്റുമെന്ന്. ഓ ഷുവർ എന്ന് പറഞ്ഞു. അതിൽ അസിസ്റ്റന്റ് ഷിപ്മാൻ, അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു ഞാനും കൂടാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ഞങ്ങളിൽപ്പെട്ട ഒരാളെ ഖുത്ബോധി. അപ്പൊ ഇംഗ്ലീഷുകാർ വന്നിട്ട്, അവർ മുസ്ലിങ്ങളൊന്നും അല്ല, ഇംഗ്ലീഷുകാർ വന്നിട്ട് ചോദിക്കുക ഞങ്ങൾക്ക് ഈ പ്രയറിൽ കൂടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടു നിന്നോളൂ. അപ്പൊ പിന്നെ കുത്തുബ എന്താക്കേണ്ടി എന്ന് കുറച്ച് ഇംഗ്ലീഷിലും കൂടി ആക്കേണ്ടി വരുന്നു മാത്രം. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ ഈ കപ്പിത്താൻ എന്ന് പറയാണ്, ഞാൻ വർഷങ്ങളോളമായി ജുമാ നിസ്കരിച്ചിട്ട്. നമ്മൾ ചെയ്ത കാര്യം പറയില്ല. എവിടെ പോയാലും ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് ഉണ്ടാകരുത്. അപ്പോഴേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നന്മ നമുക്കുണ്ടാകൂ. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കാൻ. കൊറോണ വന്ന് പോയി, വീണ്ടും തരംഗമായി വരുന്നു എന്ന് കേൾക്കുന്നു. വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ കൊറോണ പോയതിന്റെ പേരിൽ സുജൂദിൽ കിടന്നിട്ട് ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തവർ എത്ര പേരുണ്ടാവും ഈ കൂട്ടത്തിൽ? ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടാക്കിയ കൊറോണയെ ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്ത തമ്പുരാനെ, വിഭാടനം ചെയ്ത തമ്പുരാനെ, ഇല്ലായ്മ ചെയ്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു. നമുക്കിപ്പോ കിഡ്നിന്റെ രോഗമൊന്നും ഉണ്ടാകൂല, അള്ളാഹു കാക്കട്ടെ. കിഡ്നി രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നാലുണ്ടല്ലോ മനുഷ്യനാകെ വേറൊന്നിനും പിന്നെ തിരിയാൻ സമയം ഉണ്ടാവില്ല. ക്യാൻസർ രോഗം വന്നാൽ പോലും മാസത്തിൽ ഒരിക്കൽ. ഞാൻ നല്ല കാസർഗോട്ട് നിന്ന് വരുമ്പോൾ ഒരു ചെറിയ പയ്യനിരുന്നിട്ട് ഇങ്ങനെ എഴുതേണ്ട മദ്രസയിലെ കാര്യം. അപ്പൊ ഞാൻ കയറിയ സമയത്ത് അവനെ ഉള്ളൂ. ഞാൻ കയറിയത് ചെറുവത്തൂരുന്നാണ്. അപ്പൊ ഈ മോനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മോനെന്താ ഇന്നേരത്തിൽ ഇരുന്ന് എഴുതുന്നേ? അല്ല എനിക്ക് മദ്രസ ഉണ്ട്. അപ്പൊ നീ ഇങ്ങോട്ടാ പോണേ? ഞാൻ തിരുവനന്തപുരത്തേക്കാണ്. എന്തേ കാര്യം? എനിക്ക് ക്യാൻസറാണ്. വയസ്സാകെ 10 വയസ്സായിട്ടുണ്ടാവും. അത് വെച്ചാൽ നീ ഒറ്റക്കാണല്ലോ. ഉപ്പുണ്ട്, ഉപ്പ ഞങ്ങൾക്ക് സീറ്റ് റെഡി ആയിട്ടില്ല. അപ്പൊ ഉപ്പ അത് TTR അടുത്തേക്ക് പോയതാണ്. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ വന്നു. ഉപ്പയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളാണ്. ഞങ്ങൾ നേരിട്ട് പരിചയമില്ലെങ്കിലും വീഡിയോസ് കണ്ടിട്ടുള്ള പരിചയമാണ്. ഈ 10 വയസ്സായ കുട്ടിക്ക് വരെ ക്യാൻസറാണ്.
അവർക്ക് നല്ല സീറ്റ് കിട്ടിയില്ല. കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, അവസാനം വേറെ രീതിയിലൊക്കെ അത് തരപ്പെടുത്തി. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അവർ മറ്റെന്താണ് REC എന്നല്ലേ പറയുന്നത്, സീറ്റ് റെഡി ആവാത്ത കോട്ടയില്ല. ഏതായിരുന്നാലും ശരി, ഞാൻ പറയുന്നത് 10 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന നമുക്ക് 3 മക്കളാണ്, 4 മക്കളാണ്, ചിലർക്ക് 5 മക്കളാണ്. ഇന്നേ വരെ എൻ്റെ മക്കളിൽ ഒരാൾക്കും ക്യാൻസർ രോഗത്തെ തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ അധികരിപ്പിച്ചു തരുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ വന്നിട്ടുണ്ട്. ലഇൻ ശക്കർതും ലഅസീദന്നകും, ഉറപ്പായിട്ടും ഞാൻ അതിനെ അധികരിപ്പിച്ചു തരും. ശുക്ർ നമ്മൾ ചെയ്തോ? കിഡ്നി രോഗം ഇപ്പം നമുക്ക് വന്നിട്ടില്ല, ഇനി വന്നിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്? വന്നിട്ടാണോ നമ്മൾ? നേരെ മറിച്ച് അതിന്റെ മുമ്പൊന്ന് ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കിയാൽ, ഞാൻ പറഞ്ഞ നിസ്കാരത്തിലല്ല, ഇതിനായിട്ട് ശുക്രിന്റെ സുജൂദ് ഉണ്ട്. അത് എങ്ങനെ ചെയ്യണം നിങ്ങൾ ഉലമാക്കളോട് ചോദിക്കും. ഇത് ഫിഖിന്റെ ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശുക്രിന്റെ സുജൂദാണ് ചെയ്തിട്ട് അങ്ങണ്ട് പറയന്നെ, അറബി പറയാൻ അവർ അങ്ങനെ മനസ്സിൽ കരുതാൻ, അങ്ങനെ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ എന്ത് പറയണം? ഇന്നേ വരേക്കും കിഡ്നിയുടെ രോഗം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന്. ദീൻ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കലാണ്. ദീൻ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കലാണ്, ഗ്രാറ്റിറ്റ്യൂഡ്. ആരോടൊക്കെ? നമ്പർ 1 അള്ളാഹുവിനോട്, നമ്പർ 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇത്രയും വേണ്ടി നമുക്ക് ത്യാഗം സഹിച്ചിട്ട് നമുക്ക് ഈ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു തന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നമ്പർ 3 നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ഉറക്കമൊഴിച്ചിരുന്ന പാവം മാതാപിതാക്കളോട്. നമ്പർ 4 നമ്മുടെ ബന്ധുമിത്രാദികളോട്, ഇവിടെയുള്ള ഉമ്മമാരോട്, അമ്മായിമ്മമാരോട്. പാവപ്പെട്ട ഈ പെൺകുട്ടികളുണ്ടല്ലോ, ഞാൻ അവരെ സൈഡ് പറയല്ല, ആ പാവപ്പെട്ട കുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് വന്നതാണ്. എന്നിട്ടും നമുക്ക് അവരെ പറ്റി പരാതികളുമാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ? ഈ അടുത്തിടെ എൻ്റെ ഒരു കുടുംബക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നു, ഞാൻ എന്താ മോളോട് പറയാ, എനിക്ക് ആദ്യമായിട്ട് കല്യാണം നടക്കാൻ, മോള് പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ എനിക്ക്, ഞാൻ എന്താ പറയണ്ടേ? ഇപ്പം പറയുന്നത് 2 ആളെയും കൂടി നിർത്തിയിട്ട് നല്ല രീതിയിലൊരു ഇത് കൊടുക്കുക. ഒരുപാട് പ്രസംഗിക്കാൻ മൂപ്പർക്ക് പറ്റൂല, ആകെ ഇത് മാത്രം പറഞ്ഞാൽ മതി, 2 ആളോടും സന്തോഷത്തോടു കൂടി കഴിയണമെന്ന്, സ്നേഹത്തോടു കൂടി കഴിയണമെന്ന്. അതോടൊപ്പം മോളോട് പ്രത്യേക ഒരു ഉപദേശം കൊടുക്കുക, മോളെ ഇദ്ദേഹത്തിനെ ആദരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും നിൽക്കണം, 2 ആളും നല്ല സ്നേഹത്തിൽ നിൽക്കണം. വേണമെങ്കിൽ ആ ഭർത്താവിനോട് സ്വകാര്യത്തിലൊരു കാര്യം പറയാ, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എങ്ങനെയായിരുന്നു ഫാത്തിമ ബീവി കരളിന്റെ കഷ്ണമായത്, അതേപോലെ എനിക്ക് എൻ്റെ മോള് കരളിന്റെ കഷ്ണമാണ്, സന്തോഷിപ്പിക്കണം, ഒരിക്കലും വിഷമിപ്പിക്കരുത്. അന്ന് പറഞ്ഞ വാക്ക് ആ പുരുഷന്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ മനസ്സിൽ നിന്നോ പോകൂല. ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന പിതാവിന്റെ വാക്കുണ്ടല്ലോ, അതവൻ എന്നും പാലിച്ചിരിക്കും. അവനൊരു മാന്യനാണെങ്കിൽ അത് പാലിക്കും. ഇത്ര സങ്കടപ്പെട്ടിട്ട് മാതാപിതാക്കൾ ഇറക്കി വിട്ടതാണ് നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇപ്പോഴും പഴമയുടെ കാര്യം പറഞ്ഞതുപോലെ മരുമക്കളെ കണ്ടുകൂടായെങ്കിൽ, തിരിച്ചങ്ങോട്ടും സ്വന്തം അമ്മായിമ്മയെ ഉമ്മയായി കാണാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് കാര്യം? പിന്നെ അവർ കൂട്ടുകാരായി നടക്കേണ്ടവരാണ്. മരുമക്കളുടെ തിരുനെറ്റിയിൽ ചുംബിച്ച എത്ര അമ്മായിമ്മമാരുണ്ടാവും ഇവിടെ? മക്കളതേ നമ്മൾ കൊടുക്കണില്ല, എന്നിട്ടല്ലേ മരുവൾക്ക് ഉമ്മ എന്ന് പറഞ്ഞത്. അപ്പൊ മരുമക്കളിരുന്ന് ചിരിക്കുകയാണ്, കേട്ടോളി അമ്മായിമാരെ കളന്ന്. നേരെ തിരിച്ചും അമ്മായിമാക്കുണ്ട് നെറ്റി, അമ്മായിമാക്കുണ്ട് നെറ്റിയിൽ കൊടുക്കുന്നതെല്ലാം എന്താണ്? ഓമന മുത്തമാണ്, സ്നേഹമുത്തമാണ്.